കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ച് ജോസ് ആന്റോണിയോ കാസ്റ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ചിലിയിൽ നടന്ന വാശിയേറിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കൈവരിച്ച് യാഥാസ്ഥിതിക നേതാവും ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയുമായ ജോസ് ആന്റോണിയോ കാസ്റ്റ് ഡിസംബർ 14 നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ജാനറ്റ് ജാരയെ 57% വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ചിലിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2026 മാർച്ച് 11 ജോസ് ആന്റോണിയോ കാസ്റ്റ് ഔദ്യോഗികമായി അധികാരമേൽക്കും. വിജയത്തിന് പിന്നിൽ ദൈവാനുഗ്രഹമാണെന്ന് നിയുക്ത പ്രസിഡന്റ് ജോസ് ആന്റോണിയോ കാസ്റ്റ് പ്രതികരിച്ചു. ദൈവമില്ലായിരുന്നുവെങ്കിൽ ഒന്നും സാധിക്കുമായിരുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ജ്ഞാനവും ശക്തിയും നൽകണമെന്ന് ഞാൻ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചിലിയിലെ കത്തോലിക്ക മെത്രാൻ സമിതി കാസ്റ്റിന്റെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു. രാഷ്ട്രത്തിന്റെ പൊതുനന്മയ്ക്കായി ആഴമായ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും മെത്രാൻ സമിതി ആശംസിച്ചു. 9 കുട്ടികളുടെ പിതാവായ ജോസ് ആന്റോണിയോ കാസ്റ്റ് അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയാണ്. ആഗോള കത്തോലിക്ക പ്രസ്ഥാനമായ ഷോൺസാറ്റ് അപ്പസ്തോലിക്ക കൂട്ടായ്മയിലെ സജീവ അംഗവും കൂടിയാണ് അദ്ദേഹം. ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹം മനുഷ്യജീവന്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുമെന്ന് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു.